എറണാകുളം അങ്കമാലി അതിരൂപത സ്വതന്ത്ര സഭയാകുമെന്ന് വിവിധ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. ഏകീകൃത കുർബാന വിഷയത്തിൽ നടപടി കടുപ്പിച്ചാൽ സഭയിൽ നിന്ന് പുറത്തുപോകുമെന്ന് വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ 24 പറഞ്ഞു. മാർപ്പാപ്പയ്ക്ക് അയച്ച കത്തിൽ തെറ്റായ കാര്യങ്ങളാണ് പറയുന്നത്. ജൂലൈ 3 കഴിഞ്ഞാലും ജനാഭിമുഖ കുർബാനകൾ തന്നെ വൈദികർ ചൊല്ലുമെന്നും ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ. സീറോ മലബാർ സഭയ്ക്ക് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കത്തോലിക്ക തിരുസഭ, ഞങ്ങൾ മാർപ്പാപ്പയെ അനുസരിക്കുന്നവരാണ്. ഞങ്ങൾ കത്തോലിക്ക തിരുസഭയിൽ തന്നെ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മാർപ്പാപ്പയോടും മേജർ ആർച്ച് ബിഷപ്പിനോടും ഈ സിനഡിനോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളെ സ്വതന്ത്രമായിട്ട് വിടൂ. ഞങ്ങൾ മാർപ്പാപ്പയുടെ കീഴിൽ കത്തോലിക്ക സഭയുടെ ഒരു സ്വതന്ത്ര സഭയായിട്ട് ഞങ്ങൾ നടന്നോളാം. അങ്ങനെ കടുത്ത നടപടികൾക്ക് പോകാനായി ആണെങ്കിൽ ഇവിടെ സത്യവും ധർമ്മവും നീതിയൊക്കെ ഉണ്ടല്ലോ. അതനുസരിച്ച് മനുഷ്യന് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ആരും പിടിച്ചു കിട്ടുന്നില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ വരുമ്പോൾ കത്തോലിക്ക തിരുസഭയിൽ നിന്ന് മാർപ്പാപ്പയുടെ കീഴിൽ തന്നെ ഒരു സ്വതന്ത്ര സഭയായിട്ട് നിൽക്കാൻ ഞങ്ങൾ വൈദികർക്കും വിശ്വാസികൾക്കും ഏറെ സന്തോഷമായിരിക്കും. വിനിത വിജി കൊച്ചിയിൽ നിന്നും തത്സമയം ചേരുന്നു അപ്ഡേറ്റുമായി. ഗുഡ് മോർണിംഗ് വിനിത വിജി, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഈ സഭയ്ക്കുള്ളിലെ കുർബാന തർക്കം അത് സഭയുടെ പിളർപ്പിലേക്കടക്കം കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത്തരത്തിലേക്കുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ഇപ്പോൾ വിവിധ വിഭാഗത്തിലെ വൈദികർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ മുണ്ടാടൻ അച്ഛൻ അദ്ദേഹം പ്രധാനമായും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇക്കാര്യത്തിൽ ഈ ജൂലൈ 3 മുൻപ് ഏകീകൃത കുർബാന നടപ്പാക്കാത്ത വൈദികരെ സഭയിൽ നിന്ന് പുറത്താക്കുമെന്ന തരത്തിൽ അന്ത്യശാസനം നൽകിക്കൊണ്ടുള്ള സർക്കുലർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സർക്കുലർ പ്രകാരം വൈദികർക്കെതിരെ നടപടി ഉണ്ടാവുകയാണ് എങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപത സ്വതന്ത്ര സഭയായി മുന്നോട്ട് പോകും എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ സ്വതന്ത്ര സഭയായി മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലും ബുദ്ധിമുട്ടുമില്ല. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്നും ഫാദർ മുണ്ടാടൻ പറയുന്നുണ്ട്. അതിൽ പറയുന്ന മറ്റൊരു കാര്യം, ഈ സിനഡിനെ സംബന്ധിച്ചിടത്തോളം വൈദികരുടെയും വിശ്വാസികൾക്കും മേൽ ഒരു ഉത്തരവാദിത്തമുണ്ട്. അവർക്ക് ഒരു ധാർമ്മികതയുണ്ട്. അത് കാത്തു സൂക്ഷിക്കേണ്ട ചുമതല സിനഡിനുണ്ടെന്നും പറയുന്നുണ്ട്. പക്ഷേ അത്തരത്തിലേക്കുള്ള ഉത്തരവാദിത്തമോ ധാർമ്മിക ചുമതലയോ ഒന്നും തന്നെ സിനഡ് നിറവേറ്റുന്നില്ല എന്നും പറയുന്നുണ്ട്. നേരത്തെ തന്നെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ആൻഡ്രൂസ് താഴത്ത് ഒരു കത്ത് മാർപ്പാപ്പയ്ക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ആ കത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം പച്ചക്കള്ളമാണെന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. ഈ കത്ത് ഈ സഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളാണ് ആ കത്തിൽ പറയുന്നതെന്നാണ് അദ്ദേഹം പ്രധാനമായും പറയുന്നത്. ഞങ്ങൾക്ക് ഈ നിലപാടുമായി മുന്നോട്ട് പോകാൻ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഈ സഭയിൽ നിന്നുകൊണ്ട്, അതായത് ഈ ജനാഭിമുഖ കുർബാന തന്നെ നടപ്പാക്കും. ആ വിശ്വാസികളെ ഞങ്ങൾക്കൊപ്പമുണ്ട്. ആ വിശ്വാസികൾക്കൊപ്പം നിന്നുകൊണ്ട് ഈ ജനാഭിമുഖ കുർബാന നടപ്പാക്കുക തന്നെ ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ ക്രമങ്ങൾ, ആ പ്രാർത്ഥനാ രീതി, അതുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇനി ഒരു പക്ഷേ കടുത്ത നടപടിയിലേക്ക് പോവുകയാണ് എങ്കിൽ ആ സഭ പിളർപ്പിലേക്ക് പോകുമെന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് എസ് കെ. വിനിത വിജി.